പന്തളത്ത് ഹിന്ദു ഐക്യവേദി നടത്താൻ പോകുന്നത് പ്രതികാര സംഗമമെന്ന് ദേവസ്വം ബോർഡ് മുൻ പ്രസിഡന്റ് എ പത്മകുമാർ 24നോട്. വർഗീയ പ്രസ്ഥാനങ്ങളോട് യോജിക്കുന്ന നിലപാട് പ്രതിപക്ഷ നേതാവ് സ്വീകരിച്ചത് ശരിയായില്ല. അയ്യപ്പനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കരുതെന്നും എം പത്മകുമാർ 24നോട് പറഞ്ഞു. പത്തനംതിട്ടയിൽ നിന്നും എ വി ജയശങ്കർ തയ്യാറാക്കിയ റിപ്പോർട്ടിൽ മുൻ ദേവസ്വം ബോർഡ് പ്രസിഡന്റ് എ പത്മകുമാർ 24നോടൊപ്പം ചേരുകയാണ്. ഈ ശബരിമല അയ്യപ്പ സംഘവുമായി ബന്ധപ്പെട്ട് വലിയ വിവാദമുണ്ട്. ഒരു ബദൽ സംഗമം ഈ ഹൈന്ദവ സംഘടനകൾ പന്തളത്ത് ആലോചിക്കുന്നുണ്ട്. അപ്പോൾ ഇപ്പോഴാണ് ഈ 9 വർഷത്തിനിടയ്ക്ക് ഇപ്പോഴാണ് അങ്ങനെ ഒരു പരിപാടിയിട്ട് അവരും രംഗത്ത് വരുന്നത്. സർക്കാരിൻ്റെ ഒരു പരിപാടി 20-ാം തീയതി നടക്കാൻ പോകുന്നു. ഇപ്പം എന്തായാലും ഈ കഴിഞ്ഞ 5-8 വർഷക്കാലം അയ്യപ്പനെ ഓർക്കാതിരുന്നവർ ഇപ്പോഴെങ്കിലും ഇങ്ങനൊരു സംഗമം നടത്താൻ തീരുമാനിച്ചത് നന്നായി എന്നാണ് എനിക്ക് തോന്നുന്നത്. പന്തളത്ത് നടക്കാൻ പോകുന്ന വെറും പ്രഹസനാണെന്ന് തോന്നുന്നുണ്ടോ, അല്ലെങ്കിൽ ഇതിനൊരു പ്രതികാരം വീട്ടിലാണ്, അങ്ങനെ തോന്നുന്നുണ്ടോ? തീർച്ചയായിട്ടും പന്തളത്ത് നടക്കുന്ന ഒരു പ്രതികാരമായിട്ട് മാറുകയാണ്. അങ്ങനെ ഉണ്ടാവാൻ പാടില്ലല്ലോ. ഇപ്പോൾ തിരുവിതാംകൂർ ദേവസ്വം ബോർഡ് സ്വാഭാവികമായി ക്ഷേത്രങ്ങളുടെ കാര്യങ്ങൾ നോക്കേണ്ടവരാണ്. ഭരണഘടനാപരമായി നിയമപരമായി ബാധ്യതപ്പെട്ടവരാണ്. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് അയ്യപ്പ സംഗമം പമ്പയിൽ നടത്തുന്നത്. അതിന് ബദലായിട്ടൊരെണ്ണം നടത്തുക എന്ന് പറയുന്നത് അയ്യപ്പനെ ഉപയോഗിച്ച് രാഷ്ട്രീയം കളിക്കുക എന്നുള്ളത് തന്നെയാണ്. ഈ ഹൈക്കോടതി ഇന്ന് ചില വിമർശനങ്ങളൊക്കെ ഉന്നയിച്ചിട്ടുണ്ട്. ഈ ദേവസ്വം ബോർഡിൻ്റെ ആഘോഷങ്ങളുടെ ഭാഗം എന്തിനാണ് ശബരിമല മാത്രം പരിപാടി നടത്തുന്നത്? ഇതിൻ്റെ ഫണ്ടിൻ്റെ കാര്യത്തിലൊക്കെ വലിയ ഹർജിയൊക്കെ ഫയൽ സ്വീകരിക്കുകയും ചെയ്തു. അപ്പോൾ കോടതി അങ്ങനെ ഒരു വിമർശനമായിട്ട് കാണുന്നുണ്ടോ അതിനെ? അല്ല, ബഹുമാനപ്പെട്ട കോടതി എന്താ പറഞ്ഞാൽ എനിക്ക് അറിഞ്ഞുകൂടാ. പക്ഷേ 1252 അമ്പലങ്ങളാണ് തിരുവിതാംകൂർ ദേവസ്വം ബോർഡിന് കീഴിലുള്ളത്. അതിൽ ശബരിമല അയ്യപ്പ സംഗമം നടത്തുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ശബരിമല ക്ഷേത്രമെന്ന് പറയുന്നത് ആഗോളതലത്തിൽ തന്നെ പ്രശസ്തിയുള്ള ക്ഷേത്രമാണ്. സ്വാഭാവികമായിട്ട് അവിടുന്ന് തുടങ്ങട്ടെ, ബാക്കിയുള്ളത് പിന്നെ നടത്തുമായിരിക്കും. ഈ പ്രതിപക്ഷം വിട്ടു നിൽക്കുകയാണ്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവ് ഇന്ന് പറഞ്ഞത് തന്നെ ഇന്നലെ അനുമതി ഇല്ലാതെയാണ് ദേവസ്വം ബോർഡ് പ്രസിഡന്റ് കാണാൻ വന്നത്, തൻ്റെ അനുമതി ഇല്ലാതെയാണ് അതിനെ രക്ഷാധികാരിയാക്കിയത്. ഇന്നലെ ഭക്ഷണം കഴിക്കുമ്പോൾ വന്നു, അതുകൊണ്ട് കാണാൻ പറ്റിയില്ല. പിന്നീട് പുറത്തുപോയി താൻ കാണാൻ കൂട്ടാക്കിയില്ല എന്നൊക്കെ പറഞ്ഞു എന്നൊക്കെയാണ് പ്രതിപക്ഷ നേതാവ് പറയുന്നത്. പ്രതിപക്ഷ നേതാവ് കേവലം രാഷ്ട്രീയ ലാഭത്തിന് വേണ്ടിയോ അതല്ലെങ്കിൽ ഭരണ നേതൃത്വത്തോടുള്ള വിയോജിപ്പിൻ്റെ അടിസ്ഥാനത്തിലോ വർഗീയവാദ പ്രസ്ഥാനങ്ങളുമായി യോജിക്കുന്ന ഒരു നിലപാട് സ്വീകരിച്ചോട്ട് ശരിയായില്ല എന്നാണ്. അദ്ദേഹം ഇതിൻ്റെ ഭാഗമാകണം, UDF പങ്കെടുക്കണം എന്നാണോ അഭ്യർത്ഥന? UDF ഉൾപ്പെടെ പങ്കെടുത്തിട്ട് വിജയിക്കണ്ടേ? കാരണം എന്താ, നമ്മുടെ നാട്ടിൽ അയ്യപ്പ സംഗമം നടത്തുക, ശബരിമലയുടെ പ്രശസ്തി കൂടുതൽ വർദ്ധിക്കുക എന്നുള്ള അവസ്ഥയിലേക്കല്ലേ കാര്യങ്ങൾ എത്തേണ്ടത്. ഹിന്ദു ഐക്യവേദി നടത്തുന്ന പന്തളത്ത് നടത്തുന്ന ബദൽ സംഗമത്തെ അദ്ദേഹം രൂക്ഷമായി വിമർശിക്കുന്നു. അതൊരു രാഷ്ട്രീയ മുതലെടുപ്പാണെന്ന് പറയുന്നു. ഒപ്പം പ്രതിപക്ഷം അല്ലെങ്കിൽ UDF ഇതിൽ പങ്കെടുക്കാത്തതിനെയും അദ്ദേഹം വിമർശിക്കുന്നുണ്ട്. എല്ലാവരും ഒരുമയോടുകൂടി അയ്യപ്പ സംഗമം നടത്തണമെന്നാണ് സഖാവ് പത്മകുമാർ എന്തായാലും ഇപ്പോൾ വ്യക്തമാക്കുന്നത്. ക്യാമറമാൻ സഞ്ജയ് ഇക്ബാലിനൊപ്പം എ വി ജയശങ്കർ, 24 പത്തനംതിട്ട.